Hi, my dear beautiful souls. Welcome back to my YouTube channel. ഞാൻ യസ്വാമിർ, ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒന്നും പരിചയപ്പെടുത്താനല്ല വന്നിരിക്കുന്നത്. പകരം എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനാണ്. ഇത് ഒരുപാട് മുന്നേ വന്നൊരു കമൻ്റാണ്. ആ ഒരു കമൻറ്റിലുള്ള ചോദ്യം വളരെ ഗൗരവമുള്ളതായതുകൊണ്ടാണ് അന്ന് ഞാൻ കമൻറ്റിൽ ഒന്നോ രണ്ടോ വാക്കിൽ റിപ്ലൈ കൊടുക്കാതെ വീഡിയോ ചെയ്യാമെന്ന് അവർക്ക് റിപ്ലൈ കൊടുത്തത്. പിന്നീട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കമൻറ്റ് നോക്കിയെങ്കിലും ആ കമൻറ്റ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഞാനും അത് വിട്ടുപോയി. ഇന്നിപ്പോൾ എൻ്റെ ഗാലറിയിൽ ഞാൻ ആ ഒരു കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആ ഒരു സഹോദരിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു ഈ ഒരു ഡൗട്ടൊക്കെ. പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്ന് ഞാൻ വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് അതിൻ്റെ കാരണങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മളുടെ റിയാലിറ്റിയായി മാറുന്നത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണ് അവർക്ക് വൈകല്യങ്ങളും വലിയ വലിയ മാരകമായ അസുഖങ്ങളും അപകടങ്ങളൊക്കെ പറ്റുന്നത് എന്ന്. ശരിയാണ്, ആ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ന്യായവുമാണ് ഗൗരവമേറിയതുമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു ഇമ്പാക്റ്റ് എങ്കിലും ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും നല്ലൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഞാനിപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിലും നമുക്ക് പൂർണ്ണത നേടാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഒരാളുടെ അറിവും ചെറുതുമല്ല, എന്നാൽ പൂർണ്ണവുമായിരിക്കില്ല. സോ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട്. എനിക്കിനി അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോസിൽ അതിനുള്ള ഉത്തരങ്ങൾ, ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മളുടെ ചിന്തകളോ എനർജിയോ ഒക്കെയാണ് നമ്മളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും നമ്മളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുമോ? നമ്മളുടെ ലൈഫിൽ ദാരിദ്ര്യം, പട്ടിണി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വേദന, വിരഹം, അപകടങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ നല്ല കാര്യങ്ങളല്ല അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുള്ളൂ. അതേപോലെ ജനിച്ചു വീഴുന്ന ഈ പൊടിക്കുഞ്ഞുങ്ങൾ, ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഈ മഹാരോഗങ്ങൾ വരുന്നു, വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ അവർ ചിന്തിച്ചിട്ടാണോ? അല്ലല്ലോ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെയധികം ഗൗരവമുള്ളതും അതേപോലെ വളരെ ആഴത്തിൽ നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഉത്തരം ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഇത് ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് നമ്മൾ ഒതുക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ കുറച്ച് മറഞ്ഞിരിക്കുന്ന കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മറഞ്ഞിരിക്കുന്ന കാരണങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ സൃഷ്ടിയല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അതിനെല്ലാം കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തുടങ്ങി നമ്മളുടെ 8 വയസ്സ് വരെയുള്ള സമയത്താണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു പക്വതയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ നമ്മൾ സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, മാതാപിതാക്കളുടെ, അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും വിശ്വാസങ്ങളാണ് നമ്മളുടെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ആ ഒരു സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബം, നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് സമ്പത്തിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്,
നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്, നമുക്ക് അതിനൊന്നും അർഹതയില്ല, നമ്മളുടെ നില ഇതാണ്, നമ്മൾ ഇതിൽ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതെല്ലാം നമ്മുടെ വിധിയാണ്, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ പോലും അറിയാതെ ഈ കുട്ടിയുടെ ഉള്ളിൽ അത്തരം ഒരു നെഗറ്റീവ് വിശ്വാസമാണ് രൂപപ്പെടുന്നത്. ആ കുട്ടി പിന്നീട് എത്ര വലുതായാലും എത്ര വയസ്സായി കഴിഞ്ഞാലും ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടാലും ഈ കുട്ടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനോ സാധിക്കില്ല. പണം സമ്പാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കയ്യിൽ നിൽക്കില്ല. ഈ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പുറമേ സമ്പത്ത് ആകർഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സമ്പത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്കതിന് അർഹതയില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ്. അത്തരം നെഗറ്റീവ് ബിലീഫ്സ് ആണ് പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും വില്ലനായിട്ട് മാറുന്നത്. നമ്മൾ ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇത്തരം വിശ്വാസങ്ങളാണ് നമ്മളുടെ ഭാവി ജീവിതത്തിൽ വില്ലനായി മാറുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ചുറ്റുമുള്ള നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ റിലേഷൻഷിപ്പുമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേപോലെ തന്നെയാണ് പല കാരണങ്ങളും. ഇപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ചിലവർക്ക് രോഗങ്ങളുണ്ടാവാം. അത് എല്ലാവർക്കും വരണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നേക്കുന്നത് കൊണ്ട് നമ്മളുടെ ഉള്ളിൽ ആ ഒരു പേടി ഉണ്ടെങ്കിൽ നമ്മൾക്കും അസുഖം വരും. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇതേപോലെ നമ്മളുടെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഭാവി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ വേർഡൊക്കെ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ത്രൂ ഔട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് നമ്മളുടെ പാരൻസ് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകാമെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിരിക്കാം. അങ്ങനെ ഏതൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് എനർജി കുഞ്ഞിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ ഒരു സമയത്ത് പാരൻസ് പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ പോസിറ്റീവ് എനർജിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അത് വേറെ കാര്യം. ഞാനിവിടെ ഒരു പ്രോബ്ലത്തിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് ഈ നെഗറ്റീവ് എനർജീനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് എനർജിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലൂടെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ആ സമയത്ത് കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ എനർജികളെല്ലാം ഈ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നിരന്തരം ഈ ഒരു നെഗറ്റീവ് എനർജി കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യമോ അസുഖമോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ആ കുഞ്ഞ് ജനിക്കുന്നത് ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയറിലാണെന്ന് വിചാരിക്കുക. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ വളരെയധികം ഹാപ്പി അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് ജനിച്ചത്, നല്ല കുഞ്ഞായിട്ട് ജനിച്ചു വന്നു, ഹെൽത്തി ബേബി ആയിട്ട് ജനിച്ചു വന്നു എന്ന് വിചാരിക്കുക. പിന്നീട് അവൻ വളരുന്ന സിറ്റുവേഷൻ അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയും ഈ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു എനർജി മാത്രമല്ല ഈ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ആ കുഞ്ഞ് വളരുന്ന സിറ്റുവേഷനിലുള്ള എനർജിയും ഈ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുഞ്ഞിലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായത് വെക്കാം, അല്ലാതെ ലിമിറ്റിംഗ് ബിലീവ്സ് കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു ഇതിൽ നിൽക്കാൻ പാടുള്ളൂ, നമ്മുടെ ലിമിറ്റ് ഇതാണ്, അങ്ങനെയൊന്നും ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കരുത്. അത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാക്കാനായിട്ട് കാരണമാവും. പിന്നീട് ത്രൂ ഔട്ട് ആ ഒരു ജീവിതത്തിൽ ആ കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതായത് അവിടെ സംഭവിക്കുന്നത് ഒരു എനർജി റെസണൻസ് ആണ്. ഈ ചുറ്റുമുള്ള ആളുകളുടെ എനർജി ഈ കുഞ്ഞിലേക്ക് റെസണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ത്രൂ ഔട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സോൾ പർപ്പസ് ആണ്. നമ്മളുടെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ പർപ്പസാണുള്ളത്. അപ്പോൾ ഈ ഒരു പർപ്പസ് കണ്ടുപിടിക്കാനായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പല സ്ട്രഗിൾസിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. നമ്മൾ ഓരോ സ്ട്രഗിൾസിലോട്ട് ചെന്നെത്തുമ്പോഴും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നമ്മളെടുക്കുന്ന ഓരോ ശ്രമങ്ങളുമാണ് നമ്മളുടെ പർപ്പസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്.
നമ്മൾ എന്താണെന്ന് നമ്മളെ തിരിച്ചറിയിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സ്ട്രഗിൾസ് ആയിരിക്കാം. നമ്മളുടെ കഴിവുകളെ നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സ്ട്രഗിൾസ് ആയിരിക്കാം. ആ സ്ട്രഗിൾസ് എന്ത് തന്നെയായാലും നമ്മളെ ഒരു മികച്ച വ്യക്തിയാക്കി മാറ്റാൻ, നമ്മളുടെ പർപ്പസ് മനസ്സിലാക്കാനായിരിക്കാം ഒരുപക്ഷെ അത്തരം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കളക്റ്റീവ് എനർജിയാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളാണല്ലേ. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള എനർജിയും വിശ്വാസങ്ങളും മാത്രമല്ല അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നമ്മളെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുടെയും വിശ്വാസങ്ങളും എനർജിയും നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കണ്ടു വളർന്നേക്കുന്നത് ഇപ്പോൾ ചില കുലത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ലേ. അത് തലമുറകളായിട്ട് ചെയ്തു വന്നിരിക്കുന്ന ആൾക്കാർ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരായിരിക്കാം കൂടുതൽ പഠിച്ചിട്ട് അവർ വലിയ നിലയിലോട്ടൊക്കെ പോയി ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക. അതുവരെയും ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ചിലപ്പോൾ സെയിം അസുഖങ്ങൾ തന്നെ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുണ്ടാവുക. പിന്നെ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് മൈൻഡ് സെറ്റ് മാറ്റിയിട്ടുള്ള ഒരാൾക്കായിരിക്കും അതിൽ നിന്ന് പുറത്ത് വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ കൈമാറി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ഹെൽത്ത് ഇഷ്യൂസും സൈക്കോസൊമാറ്റിക് ആണ്. ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഇമോഷണൽ ബാഗേജസ് നമ്മൾ ക്യാരി ചെയ്യുന്നത് മൂലം നമുക്ക് അലർജി മുതൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ അസുഖങ്ങൾ വരെ നമ്മൾക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെല്ലാം കുഞ്ഞുകുട്ടികളിലൊക്കെ എങ്ങനെ വരുന്നു, അവരെന്ത് ചെയ്തിട്ടാണ്, അവരെന്ത് ഇമോഷണൽ ബാഗേജ് ക്യാരി ചെയ്തിട്ടാണ്, ആരോട് എന്ത് ദേഷ്യം ഉണ്ടായിട്ടാണ് അവർക്ക് ഇത്തരം അസുഖങ്ങൾ വരുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖങ്ങൾ വരാനുള്ള കാരണം ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയിട്ട് ഇത്തരം ഇമോഷണൽ ബാഗേജസ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് കുഞ്ഞി പിള്ളേരിൽ വരെ ഇത്തരം ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങളെല്ലാം കാണപ്പെടുന്നത്. ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും കാരണം ഇതാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതോടുകൂടി നിങ്ങൾ ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാതായിക്കോളും. നിങ്ങളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റും അതേപോലെ ഹീലിംഗ് പ്രാക്ടീസും കൂടി ചേരുമ്പോൾ മാത്രം, ഞാനതാണ് പറയുന്നത്, ഈ ഹീലിംഗ് പ്രാക്ടീസ് മാത്രമല്ല അതിനുള്ള കാരണം, നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മെഡിക്കേഷൻസ് എടുക്കാതിരിക്കരുത്. അതിനോടൊപ്പം നമ്മൾ ഇതും കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഓക്കെ ആവും. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളെ ഈ നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരുന്നത് എന്നുള്ളത്. നിങ്ങൾ തന്നെയാണ് അതിന് കാരണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്തരം ബിലീഫ്സ് വന്നിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷൻസ് അട്രാക്റ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷൻസ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് ഒരു പേഴ്സണൽ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ, ഇത്തരം സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്കൊരു മെൻറ്ററിന് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹീലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ മെൻറ്ററിങ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അതിനുള്ള സൊല്യൂഷൻ വേണം, എൻ്റെ അടുത്തുനിന്ന് ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
നമുക്ക് നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാതെ ഡീപ്പ് റൂട്ട് ലെവലിൽ നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് റീപ്രോഗ്രാം ചെയ്യാതെ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹിക്കുന്ന ജീവിതത്തിലോട്ട് എത്താൻ സാധിക്കില്ല. നമ്മൾക്ക് താൽക്കാലികമായിട്ട് നമ്മൾക്ക് റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി പറയുക, വിഷ്വലൈസേഷൻ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ, കുറേ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ, മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് നമ്മൾ എന്ന് നിർത്തുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ ആയി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു പഴയ സ്റ്റേജിലോ അല്ലെങ്കിൽ പഴയതിനേക്കാളും മോശമായിട്ടുള്ള സ്റ്റേജിലോ ചെന്നെത്തും. അപ്പോൾ നമ്മൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ ഈ ഒരു മൈൻഡിനെ പരിശീലിപ്പിക്കാനായിട്ട്, എനർജി വൈബ്രേഷൻ ഹൈ ആക്കി നിർത്താനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾക്ക് സ്ഥിരമായിട്ട് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ, പോസിറ്റീവ് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ അതുപോലുള്ള ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരാൻ സാധിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അതിലൊന്നും സ്റ്റക്കായി നിൽക്കുകയല്ല. നിങ്ങൾക്ക് അവെയർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ പുറത്ത് വരണം എന്ന് വിചാരിക്കുന്നോ നിങ്ങൾ അതിനു വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെൻറ്ററിൻ്റെ ആവശ്യം വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെൻറ്ററിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ എനർജിയുടെ ഒരു റിഫ്ലക്ഷനാണ്. നിങ്ങളെപ്പോൾ നിങ്ങളുടെ ആ വൈബ്രേഷൻ മാറ്റാനായിട്ട് തയ്യാറാവുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതവും അവിടെ മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ കുറേ ഡൗട്ടുകൾക്ക് ഇതിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ കമൻസ് ഉള്ളത് അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്കിനി DM-ൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്യാവുന്നതാണ്. സ്ക്രീനിലുണ്ട് നമ്പർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.